ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോൾ നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കണം, അത് വാങ്ങിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല സെക്ടറുകളും നല്ല നല്ല സ്റ്റോക്കുകളൊക്കെ നമുക്ക് വരും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കുറേ രീതികളും അതൊക്കെയാണ് പറയാൻ പോണത്. അപ്പോൾ അതൊരു നല്ല രീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു, അതുകൊണ്ടാട്ടോ അത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യോ സെല്ലർ റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറയുന്ന കമ്പനികളെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇത് investing.com-ലെ നിഫ്റ്റിയുടെ ചാർട്ടാണ്, മന്ത്ലി ചാർട്ടാണ്. അപ്പോൾ ഈ മന്ത്ലി ചാർട്ട് നോക്കിക്കഴിയുമ്പോൾ എന്താ, ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമാണ്. അപ്പോൾ അതിനിപ്പുറത്ത് പറയട്ടെ, ഈ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് ഇപ്പോൾ വാങ്ങിക്കാതിരിക്കുകയാണ് നല്ലത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലേക്ക് കടന്നേക്കുകയാണ്. അപ്പോൾ ആ ഘട്ടം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് പുതിയൊരു സർക്കാരൊക്കെ കയറി അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് ആണ് ഇനി നമുക്കൊരു സ്റ്റോക്ക് വാങ്ങിക്കുന്നതിനെ പറ്റി ആലോചിക്കേണ്ടതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അല്ലെങ്കിൽ എന്നാ വെച്ചാൽ ഒരു കൺസോൾട്ടേഷൻ, ഏതെങ്കിലും ഒന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറുകയാണെങ്കിൽ പിന്നെ നല്ലൊരു മൂവ്മെൻറ്റ് ലഭിക്കും. അല്ലെങ്കിൽ എന്നാ വെച്ച് കഴിഞ്ഞാൽ, ഒരു കയറണ്ടോ ചോദിച്ചുകൊണ്ട് ഒരു സംശയിച്ച് നിൽക്കുന്ന പോലെ നമ്മൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിലും നല്ലതായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ട് കയറുന്നതാണ് നമ്മളെ സംബന്ധിച്ച് നല്ലത്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുതിയതായിട്ട് വീഡിയോ എടുക്കാനും പിന്നെ സമയവും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കുന്നതിനപ്പുറത്ത് എന്തൊക്കെ ചിന്തിക്കണം. ആദ്യം തന്നെ ഈ മന്ത്ലി ചാർട്ട് എടുത്ത് വെച്ചേക്കണം. എന്തിനാണെന്ന് അറിയാം, ഈ മന്ത്ലി ചാർട്ടിനകത്ത് നോക്കിയേ, RSI വാല്യൂ നോക്കിയേ, ഓവർ ബ്രോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 70 മുകളിലേക്ക് പോയിട്ടുണ്ട്. ആ 70 മുകളിലേക്ക് വരുമ്പോൾ പഴയ കാലത്ത് എങ്ങനെയാണ്, എപ്പോഴും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നൊരു സമയമാണ് 70 മുകളിൽ. അപ്പോൾ അത് നമ്മളെപ്പോഴും ഒരു പരിഗണിക്കേണ്ട കേസാണ്. അതിനൊപ്പം തന്നെ ഒരു 70 മുകളിൽ വന്നേക്കണ സമയം പോലെ തന്നെ എപ്പോഴും അതിൻ്റെ അകത്ത് ഏറ്റവും നല്ലൊരു സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2003 to 2008 കാലഘട്ടത്തിലാണ് ഏറ്റവും നല്ലതായിട്ട് മാർക്കറ്റ് നല്ല ബൂമിൽ കയറിയത്. ഇവിടെ നോക്കിയ ഒരു ഓവർബോട്ട് വന്നു, അതൊരു 70-80 അടുത്തേക്ക് വരുമ്പോഴത്തേനും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉയരങ്ങളിൽ ഓവർബോട്ടിലേക്ക് വന്നു, വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. അങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് കയറി ഈ ഒരു ചെറിയ സംഖ്യയിൽ നിന്ന് എവിടം വരെ പോയി, 6000 മുകളിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല റാലിയല്ലേ ഇവിടെ നടന്നേക്കണം. ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതിൻ്റെ മറികടക്കുന്നൊരു പ്രകടനമായിരിക്കും ഇനി വരുന്ന 10-15 കൊല്ലം നടക്കാൻ ചാൻസ് ഉള്ളൊരിത്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് വന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലേക്ക് പുതിയ കമ്പനികൾ വന്നു. അതെന്തുകൊണ്ടാണ് തന്നെ ഇന്ത്യയുടെ റോഡ്, റെയിൽ ഒക്കെ നന്നായിട്ട് വികസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു യാത്രാ സൗകര്യം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ കമ്പനികൾക്ക് നമുക്കൊരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് എത്രയും വേഗം കസ്റ്റമറിനെ എത്തിക്കുക, അതിൻ്റെ ചിലവ് പരമാവധി കുറയ്ക്കുക. അതാണ് ഏറ്റവും കൂടുതൽ കമ്പനികളും ഒരു വ്യവസായികളൊക്കെ നോക്കുന്നത്. അത് ഇന്ത്യയിൽ ഇപ്പം നന്നായിട്ട് വികസിച്ച് വരുന്നുണ്ട്. അപ്പം ആ ഒരു മേഖലകളിൽ വരുമ്പോൾ എന്താ വേണ്ടേ, ഈ റോഡ്, റെയിലൊക്കെ വികസിക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വ്യവസായങ്ങൾ വരും. വ്യവസായങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് എന്തൊക്കെ വേണം, പ്രൊഡക്റ്റുകൾ. ആ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സിമെൻറ്റ് വേണം, സ്റ്റീലുകൾ വേണം, മറ്റേ ആ വ്യവസായങ്ങൾക്ക് വേണ്ട വയറിങ്ങിന് വേണ്ട സാധനങ്ങൾ, അതിൻ്റെ അകത്ത് ഉപയോഗിക്കാനുള്ള ഇലക്ട്രോണിക്സ് സാധനങ്ങൾ. ഇപ്പം തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എന്തായി, എത്ര സെക്ടർ വന്നു. റോഡ്, റെയിലുമായിട്ട് ബന്ധപ്പെട്ട്, സിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികൾ വന്നു, മറ്റേ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നു, ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ വന്നു. ഈ ഏരിയകളിലൊക്കെ ആരെ സെലക്ട് ചെയ്യണം, ആ കൂട്ടത്തിലെ
മാർക്കറ്റ് ലീഡർമാരെയും വളർച്ചാ സാധ്യതയുള്ള മാർക്കറ്റ് ലീഡർമാർ കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയുന്നത് എന്നാ വെച്ച് കഴിഞ്ഞാൽ വളരുന്നങ്ങ് പരമാവധിയായ കമ്പനികൾ എടുത്തു കഴിയുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരാനായിട്ട് സ്പേസ് കുറവായിരിക്കും. അതിലും നല്ലത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഏരിയയിൽ വളരാൻ ഒരുപാട് സ്പേസ് ഉള്ള കമ്പനികൾ എടുക്കുകയാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു നമ്മൾ മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് ലഭിച്ചെന്നിരിക്കും. അപ്പം അതിന് വേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഈ വ്യവസായങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എന്താ വേണ്ടേ? വ്യവസായങ്ങൾ വന്നു കഴിയുമ്പോൾ വേണ്ടതാണ് നമുക്ക് എന്ത് വേണം? അതിലേക്ക് വേണ്ട വൈദ്യുതി. കാരണം ഈ വ്യവസായങ്ങൾ വന്നിട്ട് വൈദ്യുതി വേണ്ടേ? അപ്പോൾ വൈദ്യുതി എന്ത് വേണം? റിന്യൂവബിൾ എനർജിയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ റിന്യൂവബിൾ എനർജിയായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികളാണ് നമ്മുടെ ഇതിലേക്ക് വരേണ്ടത്. ഈ വൈദ്യുതിയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കും. തൊഴിൽ ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വേണ്ടേ? അവർക്ക് കൂടുതലായിട്ട് വരുമാനം ലഭിക്കും. വരുമാനം ലഭിക്കുമ്പോൾ അവർ ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പതുക്കെ ഓൺലൈനിൽ കൂടെയും പുറത്തുള്ള നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ വാങ്ങിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികൾ സൊമാറ്റോ, സ്വിഗ്ഗി, പിന്നെ എന്താ നമ്മുടെ ജുബിലൻ്റ് ഫുഡ് വർക്ക്സ്, അപ്പോൾ അതുപോലെയുള്ള കമ്പനികൾ. പിന്നെ നമുക്ക് വേറെ എന്താ കമ്പനികളുള്ള മിസ്സിസ് വെക്ടർ ഫുഡ്, പിന്നെ നമുക്ക് നോക്കാവുന്ന കമ്പനികൾ ഏതാ നെസ്ലെ, ബ്രിട്ടാനിയ, അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നീണ്ട നിരയുണ്ട് നല്ല. ആ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും ചേരുന്ന കമ്പനി വളർച്ചാ സാധ്യതയുള്ള കമ്പനിയും തിരഞ്ഞെടുക്കുക. ഇത് കഴിഞ്ഞിട്ട് എന്താ വേണ്ട? ഈ ആൾക്കാർക്ക് വരുമാനമൊക്കെ കൂടി കഴിയുമ്പം അവർക്ക് കൂടുതൽ നമുക്ക് ഇന്നത്തെ കാലത്ത് മൊബൈലും കമ്പ്യൂട്ടർ, ടി വി അങ്ങനത്തെ ഉള്ള ഉപകരണങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാർക്കറ്റ് ലീഡർ, അത് നിർമ്മിക്കുന്ന മാർക്കറ്റ് ലീഡർമാർ, അതുമായിട്ട് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ബോർഡ് നിർമ്മിക്കൽ, അതിൻ്റെ പാർട്സുകൾ നിർമ്മിക്കൽ, അങ്ങനത്തെ കമ്പനിയും അത് മൊത്തമായിട്ട് നിർമ്മിച്ചു കൊടുക്കലും, അങ്ങനത്തെ മാർക്കറ്റ് ലീഡർമാരായിട്ടുള്ള കമ്പനികൾ നമ്മൾ ഫോക്കസിൽ വെക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് വേണം? ഇവർക്കെല്ലാവർക്കും ഈ മേഖലകളിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ എന്ത് വേണം? ആരോഗ്യം വേണം. ആരോഗ്യം ഉണ്ടെങ്കിൽ എന്ത് വേണം? അതിന് ഹോസ്പിറ്റലുകൾ വേണം. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷെയറുകൾ അപ്പോൾ നോക്കാമല്ലേ? ആ കൂട്ടത്തിൽ വളർച്ചാ സാധ്യതയുള്ളതും അഗ്രസീവായിട്ട് വളരാനായിട്ട് പോണതുമായിട്ടുള്ള ഷെയറുകളായിരിക്കണം നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വളർന്നു പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് എന്നാ? ഈ ഹോസ്പിറ്റലിലേക്ക് എന്തൊക്കെ വേണം? അതിലേക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ വേണ്ടേ? മരുന്നുകൾ ഇഷ്ടം പോലെ വേണ്ടേ? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികൾ. അപ്പം ഇങ്ങനത്തെ അങ്ങനെ അങ്ങ് ചിന്തിച്ച് പോകണം. അപ്പം അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വേണം? പുതിയ പുതിയ കമ്പനികളും പുതിയ പുതിയ ഐഡിയാസൊക്കെ തന്നെ ഇങ്ങോട്ട് നമുക്ക് വരും. ഇതൊക്കെ കൂടാതെ തോന്നുന്നത് ഈ പറഞ്ഞ എല്ലാ ഏരിയകളിലേക്കും വേണ്ട ഒരു സെക്ടറുണ്ട് കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ കെമിക്കലുകളിൽ എല്ലാ നമ്മൾ തൊടുന്ന ഏത് പ്രൊഡക്റ്റിനും ഈ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടാകും. അപ്പോൾ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികൾ, അതിൻ്റെ അകത്ത് വളർച്ചാ സാധ്യതയുള്ളത്. പിന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വളർച്ചാ സാധ്യതയുള്ളൊരു മേഖല തന്നെ ചിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ചിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡയറക്റ്റ് കമ്പനികളങ്ങ് ആയി തന്നെ ഉള്ളൂ. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ റോ മെറ്റീരിയൽ നിർമ്മിക്കുന്ന കമ്പനികൾ ഇഷ്ടംപോലെയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോഴേ ഫോക്കസ് ചെയ്യാം. പിന്നെ ഭാവിയിലേക്ക് വളരാൻ ചാൻസ് ഉള്ള റിന്യൂവബിൾ എനർജിയായിട്ട് ബന്ധപ്പെട്ട് ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ആ ഒരു ചിന്ത അങ്ങോട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപോലെ ഇങ്ങനെ 1/1 ആയിട്ട് കൊടുക്കുമ്പോഴത്തേനും ഓരോ കാലഘട്ടത്തിലും നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ചുരുങ്ങിയ കാശും കൊണ്ട് അത് ഏറ്റവും നല്ല വളർച്ചാ സാധ്യതയുള്ള ഏറ്റവും ആദ്യം വളരുന്ന ഏരിയകളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആ ഒരു വളർച്ചയുടെ കൂടെ തന്നെ അങ്ങ് പോകാമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊക്കെ അത്
ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വരുവാണെങ്കിൽ എപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോ എങ്ങനെയായിരിക്കും? ഈ നിഫ്റ്റിയുടെ ചാർട്ട് പോലെ ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമായിരിക്കും. ഒരു 10-15 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും നല്ലൊരു വെൽത്തായിട്ട് മാറും. നമുക്കെല്ലാവരെയും അഭിമാനപൂർവ്വമായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് വരും. ഇപ്പോഴത്തെ ഈ മൊത്തത്തിൽ കേൾക്കുന്ന നഷ്ടമെന്നുള്ള ഒരു ചിന്തയൊക്കെ നമുക്കങ്ങ് മാറിക്കിട്ടും. അപ്പം അങ്ങനെ വന്നെങ്കിൽ എന്ത് ചെയ്യണം? നല്ല കമ്പനികൾ, കടമില്ലാത്ത കമ്പനികൾ, വളർച്ചാ സാധ്യതയുള്ളത്, എല്ലാ വർഷവും മിനിമം എല്ലാ വർഷവും സെയിൽസ് കൂടുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുന്നത്, അതെങ്കിലും നമ്മൾ പഠിച്ചു പോയിക്കണം. എല്ലാ വർഷത്തെയെങ്കിലും അതിന് ഇഷ്ടംപോലെ സൈറ്റുകളുണ്ട് നമുക്ക് നിലവിൽ. സ്ക്രീനറുണ്ട്, പിന്നെ മണി കൺട്രോളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇതുണ്ട്. പിന്നെ കുറേ ചാനലുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വളർച്ചയുടെ ഒപ്പം തന്നെ പോകാനും ഈ ഒരു മേഖല നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാനും പറ്റും. അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്നാ വെച്ചാൽ നമ്മളുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റെ ഒരു തത്വം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും വിശ്വസിക്കില്ല. നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഭയം ഇതായിരിക്കും. മറ്റതെന്നാന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചു, നമുക്ക് അതിൻ്റെ അകത്ത് റിസ്ക് അറിയാം, റിവാർഡ് എത്ര കിട്ടും, ചാൻസ് ഉണ്ടെന്ന് നമുക്കൊരു ധാരണ ലഭിക്കും. അങ്ങനെ വന്നാൽ മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും നമുക്കൊരു വിജയമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ആദ്യകാലത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു ഫ്ലോയിലങ്ങ് പോകും. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ അധികം വീഡിയോ ഒന്നും ഇടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു നിർണായക ഘട്ടത്തിൽ കൂടെ കടന്നു പോകണ കാരണം ഇപ്പോൾ നിലവിൽ ഞാൻ അധികം വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതുപോലത്തെ ഒരു സമയമാണല്ലോ ഇപ്പോൾ. പ്രോഫിറ്റ് ബുക്കിങ്ങിനൊക്കെ മണടിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കുറച്ച് വീഡിയോ ആയിരിക്കും പ്രതീക്ഷിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു കറക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് നല്ല കമ്പനികളൊക്കെ ലഭിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് വീഡിയോ ഇടാം. അപ്പോൾ ഇതുമായി പറഞ്ഞിട്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ഇതൊരു ബയ്യേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല. നല്ല അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട്